ഈ കനാലിൻ്റെ വെള്ളം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല തുറക്കുന്നത്. അമ്പലപ്പുറം തൊട്ട് വേലാങ്കോണം ആ സൈഡുകളിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്നാലും ഞങ്ങൾ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജോലിയും കഴിഞ്ഞ് പോകുമ്പോൾ ഈ വെള്ളം കൊള്ളാത്തോണ്ട് ഞാനങ്ങ് കയറി പോകും. കൊള്ളത്തില്ല വെള്ളം. ഞാൻ കൊട്ടാര പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റി 15ാമത്തെ വാർഡിലാണ്. ഇത് ഇവിടെ ഒരു 24-30 പോത്തോളം ഇവിടെ ഈ വയലിൽ പാടത്ത് കൊണ്ടുവന്ന് ഈ കനാല് തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ ഈ വയൽ വഴി വന്ന് തോട്ടിലിറങ്ങും. ഈ വെള്ളമാണ് ഞങ്ങൾ ഈ ദേശത്തുള്ള ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നത്. ഈ തോട്ടിലെ വെള്ളം ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിൻ്റെ ഉടമസ്ഥലത്ത് 2-3 പേരുടെ പ്രാവശ്യം പറഞ്ഞപ്പെട്ടും അവരത് ചെവിക്കൊള്ളുന്നില്ല. അന്നേരം ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുമോ ഞങ്ങളെ. എൻ്റെ വീട്ടിൽ വന്ന് പറയട്ടെ എന്നൊക്കെയാണ് ഒരു വ്യക്തി പറഞ്ഞത്. 6 മണിക്കൊക്കെ പോയി തൊഴിലുറപ്പും കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ 6 മണി സമയത്ത് ഇവിടെ വന്ന് ഈ വല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഇവിടെ സ്ത്രീകൾ വന്ന് തുണി കഴുകാനും നോക്കത്തില്ല. അത്രയും കാടി കടി കിടക്കുന്ന സ്ഥലമാണ്. ഈ തോട്ടിലെ വെള്ളം എപ്പോഴും കലങ്ങി നാശമാക്കിയാണ് വരുന്നത്. ഈ തോട്ടിലിറങ്ങി നോക്കിയാൽ മുട്ടുമ്പേ ചെളിയാണ് കിടക്കുന്നത്, കണ്ടത്തിൻ്റെ ചെളി. ഞങ്ങൾ പലയിടത്തും കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ കിണറുകളിൽ വെള്ളമില്ല, മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് പൈപ്പ് ലൈൻ ഇല്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആഴ്ച ഒരു ദിവസമാണ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി ഈ തോട് മുഖേന ഞങ്ങൾക്കുണ്ടാകുന്നത്. ഞങ്ങൾ എല്ലാവരും അമ്പലപ്പുറം തൊട്ട് വേലാങ്കോണം ആ സൈഡുകളിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്നാലും ഞങ്ങൾ തുണി കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കളക്ട്രേറ്റിൽ പരാതി കൊടുത്തു, മുനിസിപ്പാലിറ്റി കൊടുത്തു, താലൂക്കിൽ കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു. എന്നിട്ട് യാതൊരു നടപടിയില്ല. എല്ലാവരും വന്ന് ഫോട്ടോയും എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതുവരെ വോട്ടിൻ്റെയാന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഞങ്ങൾ ഒരു 1.5 മാസം കൊണ്ട് ഞങ്ങൾ കിണറുകളിൽ വെള്ളമില്ല, കുഴിപ്പിച്ചിട്ട് പോലും വെള്ളമില്ലാതെ ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുക. ഞാൻ ഈ അക്കരെ ജോലി ചെയ്യുന്നത്. ഞാൻ ജോലിയും കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഞാൻ ഈ വഴി വന്ന് കുളിച്ചിട്ടാണ് കയറി. ഇപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് എനിക്ക് ഇവിടെ കുളിക്കാനും നനയ്ക്കാനും ഞാനങ്ങ് കയറി പോവുക. എല്ലാവരും ഇവിടെ വന്നാൽ തുണി നനയ്ക്കി അടിക്കും. ഇപ്പോൾ അവരും വെള്ളം കൊള്ളാത്തോണ്ട് ഞാനങ്ങ് കയറി പോകും. കൊള്ളത്തില്ല വെള്ളം. ഈ കനാലിൻ്റെ വെള്ളം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല തുറക്കുന്നത്. ഇത് താഴോട്ടുള്ള പബ്ലിക്കിന് വേണ്ടി മാത്രമാണ്. ഒരുപാട് വീട്ടുകാരുണ്ട് താഴോട്ട്. ഇത് ഒരു വീട്ടുകാരെ ഉദ്ദേശിച്ച് മാത്രം അവർക്ക് പോത്തിനെ വളർത്താൻ വേണ്ടി മാത്രമാണ് ഈ കനാലിൻ്റെ വെള്ളം തുറക്കുന്നത്. കനാലിൻ്റെ വെള്ളം ഈ ചൂട് സമയത്ത് തുറക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെയുള്ള താഴോട്ടുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, അവർക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഈ കനാലിൻ്റെ വെള്ളം തുറക്കേണ്ടത്. ഞങ്ങൾ പണ്ട് മുതലേ ഈ കനാലിൻ്റെ വെള്ളം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ വീടുകളിൽ കുന്നത്തുള്ള വീടുകളായതുകൊണ്ട് എല്ലാ കിണറുകളിലെയും വെള്ളം പറ്റിയിരിക്കുക. അപ്പോൾ ഈ തോട്ടിലെ വെള്ളം ഞങ്ങൾക്ക് ആശ്രയം. ഈ തോട്ടിലെ വെള്ളം യാതൊരു കാരണവശാലും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങോട്ടാണ് പോകേണ്ടി. ഇതിനൊരു മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഒരു 1.5 മാസം കൊണ്ട് ഈ ഏരിയയിൽ കുറച്ച് പോത്തന്മാരെ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായി കനാലിലെ വെള്ളം, ഡാമിലെ വെള്ളം കനാൽ വഴി തുറന്നു വിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ വെള്ളം മലിനമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. പിന്നെ ഇത്രയും പേരുടെ അപേക്ഷയാണ്. പിന്നെ ഒരുപാട് പേര് വരാനുണ്ട്. ഈ നെല്ലിക്കുന്നത്ത് തൃക്കല്ലമ്മൻ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്ന് ഓടനാവട്ടം, നെടുങ്കാവ്, ചാത്തന്നൂർ വരെ കിടക്കുന്ന തോടാണ്. ഞങ്ങളുടെ ഒന്നും കിണറ്റുകളിൽ വെള്ളമില്ല. ഞങ്ങൾ ഈ തോട് കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കനാൽ തുറന്നു വിടുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഈ മാതിരി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുണി കഴുകാനോ കുളിക്കാനോ കുടിക്കാൻ എടുക്കാനോ അല്ലെ പാത്രം കഴുകാൻ എടുക്കാനോ ഈ വെള്ളം ഒരു ഉപയോഗവും ഇല്ല. ഇത് കംപ്ലീറ്റ് ചാണകവും വെള്ളമായിട്ട് ചേറുമായിട്ട് കലങ്ങി അടിച്ച് വരിക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ആ ആൾക്കാരും വരുന്നത് ഇവിടെ. കാരണം അവരുടെ ഒന്നും വീട്ടുകളിൽ വെള്ളമില്ല. നമ്മൾ ഇതുകൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്കിതിനൊരു പരിഹാരം കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എൻ്റെ പേര് റോയ്. ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ഈ തോടാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. കാരണം ഇവിടെ ഒരു വ്യക്തി ഒരു 10-30 പോത്തിനെ അഴിച്ചിറക്കി രാവിലെ വയലിലിറക്കുകയാണ്, പിന്നീട് തോട്ടിലിറക്കും. അതുകൊണ്ട് ഈ വെള്ളമെല്ലാം കലങ്ങി വരികയാണ്. അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് പേരെടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും ഫലവത്തായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചാനലിൽ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണം എന്ന്.